മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും കുറഞ്ഞു വരും. ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം വേദനകളാണ് നാം ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. സുഖം തേടി പോയവർക്ക് ആർക്കും സുഖമായി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. നീ കാരണം ഒരാൾ കരയേണ്ടി വന്നാൽ ഓർത്തു വച്ചോളൂ, അതിൻ്റെ 2 ഇരട്ടി കരയേണ്ട കാലം നിനക്കുമുണ്ടാവും. ആരിൽ നിന്നും അധികമൊന്നും ആശിക്കരുത്. കാരണം ആശയുടെ പലിശ എത്ര അടച്ചാലും തീരാത്ത നിരാശ മാത്രമായിരിക്കും. നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന സങ്കടങ്ങളൊക്കെ ചിലർക്ക് വെറും തമാശ മാത്രമായിരിക്കും. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിച്ച വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാകൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ മറ്റൊരാളെ ആശ്രയിക്കരുത്. ഒത്തിരി ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ഇറങ്ങിപ്പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവ അത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെയാകും. ചില ബന്ധങ്ങളും അങ്ങനെയാണ്. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാകൂ, ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം മാത്രം. എനിക്ക് ആരുമില്ല എന്നതിൽ നിന്ന് എനിക്ക് ഞാനുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങി എന്ന് പറയാം. മനം മടുക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് ജീവൻ ഒടുക്കാനാകരുത്, ജീവിച്ചു കാണിക്കാനായിരിക്കണം. ചില നല്ല നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതും. ചിലതൊക്കെ എന്നും കൂടെ കാണുമെന്ന് കരുതും. പക്ഷേ മനോഹരമായതിനൊക്കെ ആയുസ് കുറവാണെന്ന് കാലം തെളിയിക്കും. ജീവിതത്തിൽ എന്തു നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല. നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയാവുന്നത് സ്നേഹബന്ധങ്ങൾ മാത്രമായിരിക്കും. പുറകോട്ട് വലിക്കാൻ 1000 കൈകളുണ്ടാകും. എന്നാൽ മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും. പക്ഷേ ചിലർക്ക് ആ വാക്കുകൾ പ്രതീക്ഷകളാവാം, സ്വപ്നങ്ങളാവാം. ബന്ധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അവ ഇത്രനാൾ നിലനിന്നതിൻ്റെ കാരണങ്ങൾ മറന്നു പോകരുത്. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്ന് ഓർത്താണ്. ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നമ്മൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്.